കോമഡി പടം പടം ഈ വർഷത്തെ അടുത്ത് അടിപൊളി അടിപൊളി റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. ഇന്നത്തെ യൂത്തിന് പറ്റിയ ഫിലിമാണ്. ഇടയ്ക്ക് കോമഡി കുറച്ച് വലുപ്പമാണ്. മമ്മൂട്ടിയുടെ അകത്തുണ്ട്, നന്നായിട്ടുണ്ട്, ആക്ടിവിറ്റി കുറച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും അടിപൊളി അടിപൊളി എല്ലാം കോമഡി, ചിരിക്ക, ലവ്, ഫ്രണ്ട്ഷിപ്പ് എല്ലാ സാധനം കൊണ്ട് തകർപ്പം പോയി. എല്ലാ ആൾക്കാരും മന്തിയും ആരും അവരെ പടന്ന് മാത്രം പറയാൻ പറ്റില്ല. കുറേ ആൾക്കാരുണ്ട്, എല്ലാവരും ഒന്നിനൊന്ന് വെച്ചോ. സിനിമ ആക്ച്വലി നല്ലായിരുന്നു. ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. വാലന്റൈൻസ് ഡേക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റും. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട്. പിന്നെ വിഷ്വൽ ട്രീറ്റ് ഭയങ്കരമായിരുന്നു. ഗിരീശ്വരിയുടെ മുന്നേ ഉള്ള 2 മൂവീസിനെ കണ്ടി വിഷ്വൽ ട്രീറ്റ് നല്ലതായിരുന്നു. പടം ഏത് ജോണറാണോ? റൊമാൻറ്റിക് ആണോ കോമഡി ആണോ? രണ്ടും മിക്സാണ്. എങ്ങനെ നമ്മുടെ നെസ്ലിൻ കോംബോ ഒക്കെ ഉണ്ട്? അവർ രണ്ടുപേരും മാത്രമായിട്ട് ഒരു മൂവിയിൽ വന്നപ്പോൾ ഭയങ്കര കെമിസ്ട്രി വർക്കൗട്ടായോ അവരുടെ കെമിസ്ട്രി എങ്ങനെയാണ്? ഒരു പക്ക നമ്മുടെ സൂപ്പർ ചെന്നൈയിലോ തണ്ണീർമത്തിനേക്കാളൊക്കെ മികച്ചെന്ന് പറയാൻ പറ്റും പെർഫോമൻസ്. കോമഡീസ് ഒക്കെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അത് ഉറപ്പായിട്ടുള്ള ത്രൂ ഔട്ട് എൻഗേജിങ് ആണ്. അതെ ഉറപ്പായിട്ടും ഒരു ഇച്ചിരി പോലും നമുക്ക് ഡള്ളായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കേണ്ടതായിട്ട് വരില്ല. ഫുള്ളി മൂവി എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പക്ക റോം കോം ആ ഒരു ഇത് തന്നെയാണ്. എങ്ങനെയുണ്ട് പടം? നല്ല പടമാണ്. റൊമാൻസ് കോമഡി നല്ലൊരു പടം, ഇഷ്ടപ്പെട്ടു. ഫുൾ ഓൺ എൻ്റർടൈനിങ് ആണ്. ഇടയ്ക്ക് ഒരു പോസ് പോലും നമുക്ക് ലാഗൊന്നും അടിക്കില്ല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട്. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് അവരവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. സംഗീതൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. ആസ് എ ബിഗിനർ വളരെ നല്ലതായിരുന്നു. നസ്ലിൻ മമത കോമ്പിനേഷൻ നല്ലതാണ്. എല്ലാവരും തീർച്ചയായിട്ടും കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതെ അടിപൊളിയായിരുന്നു. ഒത്തിരി നാൾക്ക് ശേഷം ഇത്രയും ചിരിക്കുന്ന ഒരു സിനിമ യൂത്തിനൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? അടിപൊളിയായിരുന്നു. എനിക്ക് ഗിരീഷേടിയുടെ എല്ലാ പടവും ഇഷ്ടമായിരുന്നു. ബട്ട് ദിസ് വൺ വാസ് പെർഫെക്റ്റ്. കോമഡി പടം തുടങ്ങിയ തൊട്ട് ലാസ്റ്റ് വരെ സൂപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് മമിത നസ്ലിൻ്റെ എവറിബഡി ഹു വാച്ചസ് ദ മൂവിക്ക് അറിയാം അത് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ആൻഡ് എവറിബഡി ഹു ആക്ടഡ് ഇൻ ദ ഫിലിം ആർ വെരി വെരി ടാലന്റഡ്. ആൻഡ് ഐ തിങ്ക് ഗിരീഷേടി റോക്ക്ഡ് ഇറ്റ് അഗൈൻ. സോ യാ, ഗോ വാച്ച് ദ മൂവി. പക്കാ ഒരു കോമഡി റൊമാൻറ്റിക് ഫിലിം ആയിട്ട് തന്നെ ഫീൽ ചെയ്തു. ഉറപ്പായിട്ടും കോമഡി. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫുൾ കോമഡിയാണ്. അത് മാത്രമല്ല ദർ ഇസ് ഇമോഷൻ ഓൾസോ. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ മൂവി ഇങ്ങനെ I was also crying and I was laughing. So yeah, the peak of emotion and in a best way. Thank you so much. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ട്. ഒരു പക്കാ റൊമാൻറ്റിക് കോമഡി അതൊരു ഫീൽ കിട്ടി. അതെ പക്കാ റൊമാൻറ്റിക് കോമഡി ഫീൽ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കുറേ മൊമെന്റ്സ് ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ നെസ്ലിൻ മമിത കോംബോ? എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട്. നസ്ലിൻ മമിത അടിപൊളിയുണ്ട്. അഖിൽ ചിച്ചി, ശ്യാം ചേട്ടൻ, സംഗീത് എല്ലാവരും ഭയങ്കര രസമുണ്ട്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു നല്ല ത്രൂ ഔട്ട്. നമ്മുടെ സൂപ്പർ ചെന്നൈ തമിഴ്നാട്ടിനേക്കാളൊക്കെ സൂപ്പറാണോ? അങ്ങനെ പറയില്ല. എനിക്ക് പൊതുവെ ഗിരീഷാന്റെ പടത്തിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതെല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഹ്യൂമറുള്ള പടമാണ്.